സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. മേപ്പയിൽ IPMൽ നടന്ന സഹോദയ CBSE റീജിയണൽ ഇന്റർ സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗത്തിൽ വടകര പതിയാരക്കര അമൃത പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഹൈടെക് പബ്ലിക് സ്കൂൾ വട്ടോളി 2ാം സ്ഥാനവും പയ്യോളി വിദ്യാനികേതൻ 3ാം സ്ഥാനവും നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും ഹൈടെക് പബ്ലിക് സ്കൂൾ 3ാം സ്ഥാനവും നേടി. സഹോദയയുടെ കീഴിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 130ഓളം വിദ്യാർത്ഥികൾ ജൂഡോ ടൂർണമെന്റിൽ പങ്കെടുത്തു. ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ജൂഡോ റഫറി ഫഹദ്, ബഷീർ പട്ടാര, സഹോദയ സ്പോർട്സ് കോർഡിനേറ്റർ ശ്രീനിവാസൻ KR എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമ്മാനദാനം സുനിൽകുമാർ നിർവഹിച്ചു. വിവിധ സ്കൂളുകളിലെ കായികാധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ന് വടകര IPM വേദിയാകുന്നത് 16ാമത് സഹോദയ ഇൻ്റർ സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സരങ്ങൾക്കാണ്. നമ്മളെ 15 വർഷം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് പ്രാതിനിധ്യവും 50-ൽ താഴെ കുട്ടികൾ പല സ്കൂളുകളിൽ നിന്നായി പങ്കെടുത്ത് തുടങ്ങിയ സഹോദയ ജൂഡോ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് 10ഓളം സ്കൂളുകളിൽ നിന്ന് 200-ന് മുകളിൽ കായിക പ്രതിഭകൾ ഇവിടെ നിന്ന് മാറ്റുരയ്ക്കുന്നുണ്ട്. ജൂഡോ എന്ന മാർഷൽ ആർട്സ് നമുക്കറിയാം, ജപ്പാൻ്റെ തനതായ ഒരു ആയോധന കലയാണ്. ഒരുപാട് വർഷങ്ങളായി ഒളിമ്പിക്കിലുള്ള ഇവൻ്റാണ്. സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പുകളിലും അതുപോലെ തന്നെ CBSE സ്കൂൾ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ തന്നെ ഈ ഒരു ഇവൻ്റ് നിലവിൽ ഉണ്ട്. ഒളിമ്പിക് ഉള്ള ഒരു കാലാകാലങ്ങളായുള്ളൊരു ഇനം എന്നതുകൊണ്ട് തന്നെ ഈ ജൂഡോ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് വർഷങ്ങളായി അവർക്ക് അവരുടെ +1 അഡ്മിഷൻ കിട്ടാനും അതുപോലെ തന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാനും ഗ്രേസ് മാർക്ക് കിട്ടാനും ഒക്കെ കുട്ടികൾക്ക് സാധ്യമാകുന്നുണ്ട്. അതുപോലെ CBSE തലത്തിലുള്ള അടുത്ത ലെവൽ മത്സരം സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പാണ്. അതിൽ നിന്ന് സിൽവർ മെഡൽ, ഗോൾഡ് മെഡൽ കിട്ടുന്ന കുട്ടികൾക്ക് നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ട്. നാഷണലിൽ 1, 2, 3, 4, 5 സ്ഥാനം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഖേലോ ഇന്ത്യ ചാമ്പ്യൻഷിപ്പുകൾ ഡയറക്റ്റ് പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ട്. അതുപോലെ കുട്ടികളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ട സഹായിക്കുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ ജൂഡോയിൽ നിന്ന് കിട്ടുന്നതിലുപരിയായി മറ്റുള്ള വ്യായാമ മുറകളുള്ള ആയോധന കലകൾ പോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്നും തൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ജൂഡോയിലുണ്ട്. ഇതിൽ കൂടുതലായി ചെയ്യുന്നത് കിക്കോ, പഞ്ചോ അങ്ങനത്തെ ടെക്നിക്കുകളല്ല. ഇതിൽ ചെയ്യുന്നത് ത്രോയിങ് ടെക്നിക്കുകളാണ് മെയിനായിട്ട് വരുന്നത്. ത്രോയിങ് ടെക്നിക്ക്, അതുപോലെ തന്നെ ഹോൾഡിംഗ് മെത്തേഡ്, ലോക്കിംഗ് ടെക്നിക്ക്, ചോക്കിംഗ് ടെക്നിക്ക്, അങ്ങനെ 4 തരം ടെക്നിക്കുകളാണ് ജൂഡോയിലുണ്ടാകുക. ഇത് ശരിയായ ഒരു ടീച്ചറുടെ അടുത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ അപകടമില്ലാത്ത ഒരു ആയോധന കല കൂടിയാണ് ജൂഡോ. ശരിയായ ഒരു കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വീഴുന്ന പഠിച്ചു കഴിഞ്ഞാൽ ഒരു അപകടവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഗെയിമാണ് ജൂഡോ. ഇതിനെ നമ്മളിപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ഇത് പ്രചരിച്ചു വരികയാണ്. കോഴിക്കോട് ജില്ലയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ജൂഡോ നടക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എല്ലാവരും മനസ്സിലായിക്കൊണ്ട് ഇത് ഗ്രാമങ്ങളിലൊക്കെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നടക്കുന്നത് കോഴിക്കോട് ജില്ലാ ജൂഡോ അസോസിയേഷൻ്റെയും CBSE വടകര സഹോദയൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇവിടെ ജൂഡോ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ഇവിടെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓരോരുത്തരും അറിയേണ്ടത് നിങ്ങൾക്ക്